ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോറിയസ് ലവ് മലയാളം ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ കേക്ക് തയ്യാറാക്കാമെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, 240 ഗ്രാം. അതുകൂടാതെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ, സൺഫ്ലവർ ഓയിൽ 8 ടേബിൾ സ്പൂണ്, 2 മുട്ട, പാല് 1/4 കപ്പ്, അതുകൂടാതെ പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പ്, കോഫി പൗഡർ 1 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്. ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. റൂം ടെമ്പറേച്ചറിൽ വെച്ച മുട്ടയായിരിക്കണം ചേർക്കേണ്ടത്. ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് വാനില എസൻസ് ആണ്, 1 ടീസ്പൂണ്. അടുത്തതായിട്ട് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്, 8 ടേബിൾ സ്പൂണ്. അപ്പോൾ ഈ കേക്ക് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് കറക്റ്റ് എമൗണ്ടിൽ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന പാത്രങ്ങളെല്ലാം നല്ല ഉണങ്ങിയതായിരിക്കണം. അതേപോലെ റൂം ടെമ്പറേച്ചർ വെച്ച് മാത്രമുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുക. മുട്ടയാണെങ്കിലും പാലാണെങ്കിലും തണുത്തതാണെങ്കിൽ അത് നേരത്തെ എടുത്ത് തണുപ്പ് കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് അടിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാനൊരു അരിപ്പ് വെച്ച് കൊടുത്തു. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്, 240 ഗ്രാം. ഇതുപോലെ ഏത് കപ്പ് വേണമെങ്കിലും എടുക്കാം. ബാക്കിയുള്ള മെഷർമെൻറ്റ്സും ആ കപ്പിൽ തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് അതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണാണ്. അതിൻ്റെ കൂടെ തന്നെ കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂണും ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എപ്പോഴും ബേക്കിംഗ് സോഡയേക്കാളും കൂടുതലായിരിക്കണം ബേക്കിംഗ് പൗഡർ. ഇതിൻ്റെ കൂടെ തന്നെ കോഫി പൗഡർ ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. ഇത് ഓപ്ഷണലാണ്. ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവുള്ളൂ. ഞങ്ങൾ അരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ബിഗിനേഴ്സിനാണെങ്കിലും കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഒരു പാത്രത്തിലേക്ക് അടിച്ചെടുത്തിരിക്കുന്ന മുട്ടയുടെ മിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നു. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് എടുക്കാവുന്നതാണ്.
ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലംസ് ഒന്നുമില്ലാതെ ഇളക്കിയെടുക്കുക. ലംസ് ഒന്നുമില്ലാതെ ഇളക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ചിരുന്ന പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യുക. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കണമെങ്കിൽ നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. പാലിന് പകരം വെള്ളം ചേർക്കാവുന്നതാണ്, പക്ഷേ ടേസ്റ്റ് പാല് ചേർക്കുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതായിരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. റിബൺ പോലെ വീഴണം. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ കേക്ക് തയ്യാറാക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്ത ഫോയിൽ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫോയിൽ പേപ്പറിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണ പുരട്ടി കൊടുത്തു. എന്നിട്ട് കേക്കിൻ്റെ ബാറ്റർ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ ഞാനൊരു കുക്കറിൽ ഉപ്പുപൊടി ഇട്ട് ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഞാനിവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എയർ ബബിൾസ് ഒക്കെ പോകുവാൻ വേണ്ടി. ഇത് ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ കേക്കിൻ്റെ പാത്രം എടുത്ത് വെച്ചു. ഉപ്പുപൊടിയുടെ കളറ് മാറിയതെന്ന് പറഞ്ഞ് നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയോണ്ടാണ്. ഇനി കുക്കർ അടച്ച് 50 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കേക്ക് വെന്തിട്ടുണ്ട്. ഓവനില്ലാതെയും നമുക്ക് കുക്കറിൽ കേക്ക് തയ്യാറാക്കാവുന്നതാണ്. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.